ഹലോ പീപ്പിൾ, ദീപൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആട് 3 എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഒറ്റ വാക്കി പറഞ്ഞ ഗംഭീര പടം. ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ സെക്കൻഡ് പാർട്ട് പോലെ തന്നെ ഗംഭീര പടം. താന്നിട്ടുമില്ല എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെയാണ് ഈ സിനിമയെന്ന് പറയേണ്ടിയിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. കാരണം ഇത്രയും വർഷമായിട്ട് ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റിയ ഒരു സിനിമയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് സംവിധായകൻ മിഥുൻ മേനൽ തോമസ് ചേട്ടനോടും പിന്നെ കാവ്യ പ്രൊഡക്ഷനോടും പിന്നെ വിജയബാബുവിൻ്റെ ഫ്രൈഡേ ഫിലിം ഹൗസിനോടും. ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാൻ കാണിച്ച ധൈര്യം ചില്ലറ കാര്യമൊന്നുമല്ല. കാരണം അവർ പൊട്ടിയെടുത്തുനിന്ന് തുടങ്ങിയ സിനിമയാണ്. പിന്നെ ആദ്യം അവരുടെ ഒരു ഇന്ത്യൻ സിനിമയിൽ ഒരു പൊട്ടിയ സിനിമ അതിൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങി നല്ല ഹൈപ്പ് ഉണ്ടാക്കുകയും വിജയിച്ച് പോവുകയും ചെയ്യുന്നത്. ഈ സിനിമ ഇങ്ങനെ പോകണമെങ്കിൽ സിനിമ 100 കോടിക്ക് മുകളിലടിക്കും ആട് 3 എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം എന്തൊക്കെ ദുരന്തം ഉണ്ടായാൽ പോലും, ദുരന്തം പോസിറ്റീവ് തന്നെയാണെങ്കിൽ പോലും നമ്മുടെ ഫാമിലി ഓഡിയൻസ് ആടിന് തന്നെയാണ് കയറാൻ പോകുന്നത്. കാരണം വെച്ചാൽ നല്ല ചിരിക്കാണ്ട് ഏതൊരു പ്രായ വ്യത്യാസമില്ലാതെ കയറി കാണാൻ പറ്റുന്ന സിനിമയാണ് ആട് 3. പാപ്പനും പിള്ളേരും അതേപോലെയൊക്കെ തന്നെയാണ്, പക്ഷേ സ്കെയില് വ്യത്യാസം വന്ന് അത്ര തന്നെയാണ്. ആ സ്കെയിലാണ് നിങ്ങൾ കാണേണ്ട. ഇതിലെ മേക്കിങ് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിലെ മേക്കിങ് എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ. കാരണം വെച്ചാൽ മേക്കിങ് കിടിലായിട്ട് വന്നിട്ടുണ്ട്. ഓരോരുത്തരുടെ എൻട്രിയാണ് തീപ്പൊരി അന്യായ ഐറ്റങ്ങൾ. കാരണം അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓവർ ഹൈപ്പായി പോകും. നിങ്ങൾ തിയേറ്ററിൽ ചെന്ന് ടിക്കറ്റ് എടുക്കുക, ധൈര്യമായിട്ട് കണ്ടു നോക്കുക, എക്സ്പീരിയൻസ് നോക്കി നോക്കുക. ഞാൻ റിവ്യൂ ഒന്നും കാണാതെ പോയാണ് സിനിമ ഞാൻ കണ്ടത്. എനിക്ക് ഹെവി. നിങ്ങൾ റിവ്യൂ കാണാതെ പോയി കണ്ടു നോക്കുക. അപ്പോൾ അത് കൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടും. അപ്പം ഇപ്പോൾ എൻ്റെ അഭിപ്രായം പോലിരിക്കില്ല നിങ്ങളൊരു അഭിപ്രായം ഓരോരുത്തരുടെ. അതുകൊണ്ടുള്ള കണ്ടിട്ട് ഈ റിവ്യൂ കാണാൻ വരിക. അപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആവും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ. പിന്നെ ഇതിൽ യൂണിവേഴ്സ് അറിയാമല്ലോ, ഇതിന് യൂണിവേഴ്സ് ഉണ്ടെന്ന്. ആ യൂണിവേഴ്സ് എന്താണെന്ന് ഇതിലും പറയുന്നുണ്ട്. അത് നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും അവരെ കോമഡിക്കും എല്ലാം ഇരുന്ന് കൈ അടിക്കുന്നുണ്ട്. ചിരിച്ച് വയറ് വരെ കൊളുത്തി പിടിച്ച് അത്രയ്ക്ക് ചിരിയായിരുന്നു തിയേറ്ററിൽ. പാപ്പൻ്റെ മാസം എല്ലാവരും പൊളി തന്നെ. ഫസ്റ്റ് എൻട്രി തന്നെ കിടലുമാണ്. ഡൂഡിൻ്റെ ഒരു തകർപ്പൻ സാധനമൊക്കെ ഇതിലുണ്ട്. പിന്നെ പഴയ ആൾക്കാർ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ അങ്ങേര് അടിയപ്പേരെ കൂട്ടമണിയിലുള്ള താടി വെച്ച അദ്ദേഹം ആ സിനിമയിലില്ല ഈ പ്രാവശ്യം. അയാൾ ഗൾഫിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് പകരം ഫുക്രുവിനെ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനിയനായിട്ട്. ഇതെല്ലാം കൂടെ നോക്കുമ്പോഴും ഒരു ഫെസ്റ്റിവൽ പടം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയല്ലേ നോമ്പ് മുറിച്ച് പറഞ്ഞവർക്കും കാണാൻ പറ്റുന്ന ഹെവി പടം തന്നെയാണ്. ഒരു രക്ഷയില്ല സത്യം പറയാമല്ലോ. ദുരന്തമൊക്കെ ഓടും, പോസിറ്റീവായിട്ട് ഓടും. പക്ഷേ ഫാമിലി ഓഡിയൻസ് പാപ്പനെ കയറുള്ളൂ. അത് ഞാൻ ഉറപ്പിച്ച് പറയണം. കാരണം എന്ന് വെച്ചാൽ അത്ര കോൺഫിഡൻസ് ഉണ്ട്. ഇവരെങ്ങനെ സമ്മതിക്കണമെന്നോ. കാരണം എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റും സെക്കൻഡിൻ്റെ അതേപോലെ നീതി പുലർത്തിക്കൊണ്ടാണ് ആ സിനിമ അതേപോലെ നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സ് ഹെവിയാണ്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളും പ്രഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനിയാണ് ശരിക്കുള്ള യുദ്ധം നടക്കാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ട് നല്ലൊരു എൻഡിങ് കൊടുത്താണ് അവസാനിപ്പിക്കുന്നത്. പിന്നെ BGMൻ്റെ കാര്യത്തിൽ ഷാൻ റഹ്മാൻ എവിടെയും പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൈ വീണ്ടും തെളിയിച്ചിട്ടുണ്ട്. മടിയനാണെങ്കിലും നല്ല വൃത്തിയെ പണിയെടുക്കാൻ അറിയാന്നുള്ള ആളാണ് ഷാൻ റഹ്മാൻ എന്ന് പറയുന്നത്. അദ്ദേഹം മാത്രമല്ല, ഇപ്പോൾ വേറെ ഒരു അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. പക്ഷേ കിടിലം BGM ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അപ്പം ആട് കാണാൻ പോകുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ വല്ലവരും വാക്ക് കേട്ട് കാണാൻ പോരുത്. നിങ്ങളുടെ അഭിപ്രായമായിരിക്കണം. നിങ്ങൾ പൈസ കൊടുത്ത് ചെന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ മെൻഷൻ ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോ കാണാൻ വരും മുമ്പേ നിങ്ങൾ ആട് 3 കണ്ടിട്ട് ഈ റിവ്യൂ കാണുന്നതിന് നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്.